നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൽസൂരയ. തേജോ വാര്യമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്യാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 26-ാമത്തെ ശ്ലോകം, 3-ാമത്തെ അധ്യായത്തിലെ പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അവതാരാഹ്യസംഖ്യേയാഃ ഹരേഃ സത്വനിധേർദ്വിജാഃ യഥാവിദാസിനഃ കുല്യാഃ സരസസ്യു സഹസ്രശാം. അവതാരാഹ്യസംഖ്യേയാഃ ഹരേഃ സത്വനിധേർദ്വിജാഃ യഥാവിദാസിനഃ കുല്യാഃ സരസസ്യു സഹസ്രശാം. അവതാരങ്ങൾ, അവതാരാഃ ഹി അസംഖ്യേയാഃ ഹരേഃ സത്വനിധേഃ ദ്വിജാഃ യഥാ അവിദാസിനഃ കുല്യാഃ സരസഃ സ്യു സഹസ്രശാം. അവതാരാഃ ഹി അസംഖ്യേയാഃ ഹരേഃ സത്വനിധേഃ ദ്വിജാഃ യഥാ അവിദാസിനഃ കുല്യാഃ സരസഃ സ്യു സഹസ്രശാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അവതാരങ്ങൾ ഇത്രയേ ഉള്ളൂ, 22 അവതാരമേ ഉള്ളൂ. അതല്ല എന്നാണ് പറയണത്. അവതാര അസംഖ്യേയാഃ. ഏതുപോലെ എന്നാണെങ്കിൽ ഒരു തടാകത്തിൽ അനേകം നീർച്ചാലുകളുണ്ടാവും. ചെറിയ 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 ചാലുകൾ ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൽ എത്ര കണ്ട് ഓളങ്ങളുണ്ട്, അലകളുണ്ട്, അതിനെ കണക്കാക്കാൻ സാധിക്കുമോ? അതേപോലെയാണ് അസംഖ്യേയാഃ. അസംഖ്യമാണ് അവതാരങ്ങൾ എന്നാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചം ആകെയുള്ള ആ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ 1/3 3/1 മാത്രമേ ഉള്ളൂ.
അത് ഭൗതിക ലോകം. ബാക്കിയുള്ളതെല്ലാം ആത്മീയമായ ലോകങ്ങളാണ്. അങ്ങനെയുള്ള എല്ലാ ലോകങ്ങളിലും, ഭൗതികമായ ലോകത്തിലും ആത്മീയമായ ലോകത്തിലും അനേകം ജീവജാലങ്ങളുണ്ട്. പുണ്യം ചെയ്ത അനേകം ജീവന്മാർ ആ ആത്മീയമായ ലോകങ്ങളിലുണ്ട്. ഭൗതികമായ ലോകങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ അനേകമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട്. ഓരോരുത്തർക്കും എണ്ണിയാലൊടുങ്ങാത്ത ഒരാഗ്രഹമൊന്നുമല്ല, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട്. ആ ആഗ്രഹങ്ങൾ, നമ്മളുടെ ആ ആഗ്രഹങ്ങൾ, അതിന് വേണ്ട പല പല വിധത്തിലുള്ള മോഹങ്ങളും അത് സാധിക്കാനായിട്ട് ഓരോരുത്തരും ഭഗവാനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി ഓരോ രൂപം സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും രൂപങ്ങൾ ഭഗവാൻ, എണ്ണിയാലൊടുങ്ങാത്ത രൂപങ്ങൾ ഭഗവാനുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ സത്വഗുണമാണ്. ഈ രൂപം മുഴുവൻ ഭഗവാനിൽ നിന്ന് വന്ന, അതുകൊണ്ട് മുഴുവൻ മുഴുവൻ സത്വഗുണമാണ്, ശുദ്ധ സത്വഗുണമാണ് എന്നാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണക്കാക്കാൻ ആർക്കും സാധിക്കില്ല. ഭൂമിയിലെ മൺതരികളെ കണക്കാക്കാൻ സാധിക്കില്ല. അതേപോലെ സമുദ്രത്തിലെ ഓളങ്ങളെ, അലകളെ കണക്കാക്കാൻ ആർക്കും സാധിക്കില്ല. ഇതേപോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. ഇതിൽ ഏത് അവതാരങ്ങളിൽ കൂടെ പോയാലും നമ്മൾക്ക് ഇത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ മുഴുവൻ ഉറവിടം എന്താ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞാലും ഭഗവാന്റെ മഹിമയ്ക്ക് യാതൊരു കുറവുമില്ല. അതാണ് ഈശോപനിഷത്തിൽ പറയുന്നത്, പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതായത് ഒരു പൂർണ്ണത്തിൽ നിന്നും ഒരു പൂർണ്ണം എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഇതേപോലെ ഭഗവാനിൽ നിന്നും വന്നിട്ടുള്ള പ്രപഞ്ചം പൂർണ്ണമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഓരോ മനുഷ്യരും ഉണ്ട്. ഓരോ മനുഷ്യരും ആ മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം പൂർണ്ണമായിട്ടാണ് കാണാൻ സാധിക്കുക. ഭഗവാന്റെ എല്ലാ സൃഷ്ടിയും പൂർണ്ണമായിട്ടുള്ളതാണ് കാണാൻ സാധിക്കുക. ഒന്നും വികലമായിട്ടുള്ളതല്ല, എല്ലാം പൂർണ്ണമാണ് ഭഗവാന്റെ സൃഷ്ടികൾ. ഭഗവാൻ പൂർണ്ണനാണ്. അതുകൊണ്ട് ഭഗവാനിൽ വന്നിട്ടുള്ള ആ സൃഷ്ടികളെല്ലാം പൂർണ്ണമാണ്. പക്ഷേ ഭൗതികമായ ലോകത്തിൽ ഒരു വ്യത്യാസം എന്താ എന്നുണ്ടെങ്കിൽ അത് അധികവും ഇതിൽ ബദ്ധജീവന്മാരാണ് എന്നുള്ളതാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഭഗവാൻ അപ്പോൾ സരസസ്സു സഹസ്രശ. എന്നാൽ ഭഗവാൻ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്താലും ഭഗവാൻ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഭഗവാന് കുറവുണ്ടോ? ഒരു കുറവും വരുന്നില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ എത്രയോ ആളുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ വരുന്നുണ്ട്. എന്നാലും ആ ഭഗവാന്റെ ശ്രീലകത്തുള്ള ഭഗവാന്റെ മഹിമയ്ക്ക്, ഭഗവാന്റെ പൂർണ്ണതയ്ക്ക് വല്ല വ്യത്യാസമുണ്ടോ? രാസലീലയിൽ ഭഗവാൻ അത് ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അങ്കനാമങ്കനാമന്തരേ മാധവോ മാധവം മാധവച്ചാന്തരേണങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യക സഞ്ജഗൗ വേണുനാദേവകീ നന്ദന. ഒരു ഭഗവാനിൽ നിന്നും എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത ഭഗവാന്മാർ. ആ ഭഗവാന്മാർ പൂർണ്ണസ്യ പൂർണ്ണമാതായ എന്നാണ്. ഭഗവാൻ എത്രയോ ഭഗവാന്മാരുണ്ടായി, എല്ലാം പൂർണ്ണമാണ്. ഭഗവാനിലുണ്ടായതെല്ലാം പൂർണ്ണമാണ്. അപ്പം അങ്ങനെയുള്ള അതാണ് രാസലീലയിൽ പണ്ടു ഗോപകന്യമാർ നിന്റെ ഭാസുരരൂപം കണ്ടു മോഹിച്ചിട്ടതിൽ നിന്നും 30 കോടി രൂപമടർത്തി എടുത്തിട്ടും ഒട്ടുമേ ചടച്ചില്ല നിന്റെ മംഗളരൂപം. അതാണ് കവികൾ അതിനെക്കുറിച്ച് പാടുന്നത്. അപ്പോൾ ഭഗവാന്റെ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ എന്നാണ്. അപ്പോൾ ഭഗവാന്റെ പല പല വിധത്തിലുള്ള ശക്തി അവതാരങ്ങൾ, അതായത് ഭഗവാന്റെ അവതാരങ്ങൾ പല പല വിധത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ശക്തിയാവേശ അവതാരങ്ങളാണ് കുമാരന്മാർ. അതായത് സനകാദികൾ ഭഗവാന്റെ ജ്ഞാനത്തിൻ്റെ ശക്തിയാവേശ അവതാരങ്ങളാണ്. അതേപോലെ നാരദ മഹർഷി ഭക്തിയുടെ ഭക്തിയുത സേവനത്തിൻ്റെ അത് എങ്ങനെ വേണം, അതിൻ്റെ ആ ഭക്തിയുടെ ആവേശ അവതാരമായിട്ടാണ്. പൃഥു മഹാരാജാവ് ക്രിയാശക്തിയുടെ ഒരു ശക്തിയാവേശ അവതാരമാണ് എന്നാണ്.
മത്സ്യ അവതാരം എന്നുള്ളത് ഭഗവാന്റെ ഒരു അംശാവതാരമായിട്ടാണ് പറയുന്നത്. അതേപോലെ ആ ഭഗവാന്റെ അത് നിരന്തരം ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ അവതാരത്തിന് ഉപസംഹാരം ഇത് നിരന്തരമായിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ചിലതൊക്കെ നമ്മൾക്കറിയാം, ചിലത് നമ്മൾക്കറിയില്ല, അത്രയേ ഉള്ളൂ. അനേകം അറിയാത്തത് അനേകമുണ്ട്, അറിയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് മാത്രം. അതാണ്. ഇനി 27ാമത്തെ ശ്ലോകം. ഋഷയോ മനവോ ദേവാഃ മനുപുത്രാ മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയ സ്മൃതാഃ. ഋഷയോ മനവോ ദേവാഃ മനുപുത്രാ മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയ സ്മൃതാഃ. പിന്നെ ഭഗവാന്റെ കലാവതാരങ്ങളെ കുറിച്ച് പറയുന്നു ഇവിടെ. ഋഷയഃ മനവഃ ദേവാഃ മനുപുത്രാഃ മഹാ ഓജസഃ കലാഃ സർവേ ഹരേഃ ഏവ സപ്രജാപതയഃ സ്മൃതാഃ. ഋഷയഃ ഋഷികൾ, മനുക്കൾ, അതേപോലെ തന്നെ ദേവന്മാർ, പിന്നെ മനുവിൻ്റെ പിന്തുടർന്ന് വരുന്ന മനുക്കൾ, ഇവരെല്ലാവരും വളരെ പവർഫുള്ളായിട്ടുള്ളവരാണ്. ഇതെല്ലാം ഭഗവാന്റെ അംശത്തിൻ്റെ അംശമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രജാപതികളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ്, പ്രജാപതികളും ഉണ്ട് അവിടെ എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ആ ശക്തിയുടെ ലെസ് പവർഫുള്ളായിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് വിഭൂതി എന്ന് പറയുന്നു. മറ്റേത് കൂടുതൽ ശക്തിമത്തായിട്ടുള്ള അവതാരങ്ങളെ ആവേശാവതാരങ്ങൾ എന്ന് പറയുന്നു. ഇത് വീണ്ടും വീണ്ടും കേട്ടാൽ മാത്രമേ നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ. കൂടുതൽ ശ്രദ്ധയോടുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രമേ നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ. ലെസ് പവർഫുള്ളായിട്ടുള്ളതാണ് വിഭൂതി എന്നുള്ളത്. അതാണ് മനു മുതലായിട്ടുള്ളവർ, അതേപോലെ തന്നെ മനുപുത്രന്മാർ, പിന്നെ ദേവന്മാരായിട്ടുള്ളവർ, ഋഷിമാർ, ഇതൊക്കെ ഭഗവാന്റെ ലെസ് പവർഫുള്ളായിട്ടുള്ളത്, പവർ കുറഞ്ഞിട്ടുള്ള, ശക്തി കുറഞ്ഞിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ്. എന്നാൽ കുറച്ചും കൂടി ശക്തി കൂടിയിട്ടുള്ള, പവർ കൂടിയിട്ടുള്ള അതാണ് മറ്റുള്ള ആവേശാവതാരങ്ങളൊക്കെ. നാരദ മഹർഷി, അങ്ങനെയുള്ള ആവേശാവതാരങ്ങളുണ്ടല്ലോ, പരശുരാമൻ, ഇതൊക്കെ ആവേശാവതാരമാണ്. അതെല്ലാം കുറച്ചുകൂടി ശക്തി കൂടിയിട്ടുള്ളതാണ്. ഋഷിമാരെക്കാളും ദേവന്മാരെക്കാളിലും ശക്തി കൂടിയിട്ടുള്ള, കൂടുതൽ ശക്തിമത്തായിട്ടുള്ള അവതാരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. 28ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം അതാണെന്ന് വെച്ചാൽ ഈ പറയാൻ പോകുന്ന ശ്ലോകമാണ്. ഏതേഷാം ശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാര്യവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേഷാം ശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാര്യവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ അവതാരങ്ങളെല്ലാം ഭഗവാന്റെ അംശകലകളാണ് എന്നാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ എന്ന് പറയുന്നത് ആരാ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ. ഇന്ദ്രാര്യവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇപ്പോൾ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ സദാ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. ഇന്ദ്രാര്യവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേ ച അംശകലാഃ പുംസഃ കൃഷ്ണഃ തു ഭഗവാൻ സ്വയം. ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം ഭഗവാന്റെ അംശകലകളാണ്. പക്ഷേ കൃഷ്ണ സ്വയം ഭഗവാൻ എന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് തന്നെ ഒറിജിനൽ പേഴ്സണാലിറ്റി, അതായത് ഗോവിന്ദം ആദിപുരുഷനാരാ വാസ്തവത്തിൽ സാക്ഷാൽ ഗോലോകേശ്വരനായിട്ടുള്ള ഭഗവാനാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു.
ഇവിടെ പരിഭാഷാ സൂത്രം എന്നുള്ള ആ ഒരു വിശേഷപ്പെട്ട ആ ഒരു പരിഭാഷാ സൂത്രമുണ്ട്. ജന്മാദ്യസ്യ എന്നുള്ളത് അതും ഒരു സൂത്രമാണ്, ബ്രഹ്മസൂത്രം എന്ന് പറയില്ലേ, അതേപോലെ പരിഭാഷാ സൂത്രം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിനെ സാക്ഷാൽ ഈ ഒരു ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ള ഭാഗവതം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ എന്തെന്നില്ലാത്ത ആ ഒരു ദിവ്യമായിട്ടുള്ള കരുണ കൊണ്ട്, അപാരമായിട്ടുള്ള കരുണ കൊണ്ട് ഭഗവാൻ അവതാരങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏതെന്നാണ് അവതാരങ്ങൾ വരുന്നത് അവിടുന്ന് അതിനെ ആ ഭഗവാൻ അതിൻ്റെ ഒക്കെ ഒരു സോഴ്സായിട്ടുള്ള ഭഗവാൻ, അടിസ്ഥാനമായിട്ടുള്ള ഭഗവാൻ നേരിട്ട് വരുന്നതാണ് ശ്രീകൃഷ്ണാവതാരം. മറ്റുള്ള അവതാരങ്ങൾ എന്ന് പറയുന്നു, ഇത് അവതാരി എന്നാണ് പറയുന്നത്. മറ്റേ അവതാരങ്ങളാണ് അംശം എന്ന് പറയുന്നു. ഭഗവാൻ അംശി എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ അംശി ഇല്ലെങ്കിൽ അംശത്തിന് നിലനിൽപ്പില്ല, അവതാരി ഇല്ലെങ്കിൽ അവതാരങ്ങൾക്ക് നിലനിൽപ്പില്ല. അതാണ് ഇവിടെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള അവതാരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുറി, ആ മുറിയിൽ ഇലക്ട്രിക് ബൾബ് കത്തുന്നു. ആ ഇലക്ട്രിക് ബൾബ് കത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പവർ ഹൗസിൽ ലൈറ്റ് ആ കറണ്ട് മുഴുവനോട് ഉപയോഗിക്കാറില്ല, ആവശ്യമുള്ളത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പവർ ഹൗസിലാണെങ്കിലോ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ആ സംവിധാനം, അതിനുള്ള ശക്തിയും അവിടുത്തെ ആ ഇലക്ട്രിസിറ്റിക്കുണ്ട്, കറണ്ടിനുണ്ട്. അത് മുഴുവൻ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമില്ല, ചെറിയ ബൾബുകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ, നമ്മൾ ഉപയോഗത്തിന് മാത്രമേ ആവശ്യമുള്ളൂ. ഇതേപോലെയാണ് ഭഗവാൻ ഇതിൻ്റെ അവതാരങ്ങളിലെ സംഭരണി, റിസർവോയർ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എവിടുന്നാണ് ഈ ശക്തികൾ, എവിടുന്നാണ് ഇതെല്ലാം വരുന്നത്? ഈ ശക്തികളൊക്കെ ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഭഗവാനിൽ നിന്നാണ് ഈ ശക്തികൾ മുഴുവൻ വരുന്നത്. അതിന് മുഴുവൻ റിസർവോയർ, സംഭരണി ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വയം രൂപം, പിന്നെ സ്വയം പ്രകാശം, തദേകാത്മം, പിന്നെ പ്രാഭവം, വൈഭവം, പിന്നെ ഭഗവാന്റെ വിലാസാവതാരങ്ങൾ, ആവേശാവതാരങ്ങൾ, ജീവന്മാർ, ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഏതേചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ എന്നിവിടെ പറയുന്നു. പിന്നെ 29-ാമത്തെ ശ്ലോകം. ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതഃ യഹ ഏതൽ പ്രയതഃ നരഃ സായം പ്രാതഃ ഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. അതായത് ഭഗവാന്റെ ഈ അവതാരങ്ങൾ ഇതെല്ലാം വളരെയധികം രഹസ്യ സ്വഭാവമുള്ളതാണ്. സാധാരണ പെട്ടെന്ന് കേട്ടാൽ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവണതല്ല ഭഗവാന്റെ ഈ അവതാരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മത്സ്യാവതാരം സാധാരണ കേൾക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അതിൻ്റെ മഹിമ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. 50 കോടി യോജന വലുപ്പമുള്ള ഭൂമി തോണിയായിട്ട് വരുമ്പോൾ ആ തോണിയെ തൻ്റെ ഒരു കൊമ്പിൽ പിടിച്ച് കെട്ടാൻ സാധിച്ചു മത്സ്യമൂർത്തിക്ക് എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാവില്ല. ഒരു സാധാരണക്കാരന്, ഒരു ബദ്ധജീവന് അത് വിശ്വാസമാവണമെങ്കിൽ എന്താ ചെയ്യുക? വീണ്ടും 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 കേൾക്കാം. സത്സംഗം, അങ്ങനെയുള്ള ആളുകളായിട്ടൊരു ബന്ധം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഭഗവാന്റെ തിരുനാമത്തിൽ കൂടെ, പിന്നെ നിരന്തരമായിട്ടുള്ള സത്സംഗത്തിൽ കൂടെ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധിക്കുള്ളൂ.
മന്ദരപർവ്വതത്തിനെ ഭഗവാൻ താങ്ങി നിർത്തി എന്ന് പറഞ്ഞാൽ അതും പൃഷ്ഠയെ ഭ്രാമ്യത മന്ദമന്ദരഗിരി ഗ്രാവാഗ്ര കണ്ടൂയനാൽ നിദ്രാളോ കമഠാകൃതേർ ഭഗവത ശ്വാസാനിലാപാന്തുവ. ഭാഗവതത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് വിശ്വസിക്കില്ല, ബദ്ധജീവന്മാർക്ക് വിശ്വാസം തോന്നില്ല. ഇവിടെ ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിൽ 13ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് പൃഷ്ഠഭ്രാമ്യത എന്നുള്ളത്. യം ബ്രഹ്മ എന്നുള്ള ശ്ലോകമൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കുമോ? മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വീണ്ടും വീണ്ടും കേൾക്കുക. കണ്ണിൽ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നതൊക്കെ കയ്പായിട്ട് തോന്നും. പഞ്ചസാര കഴിച്ചാലും കയ്പായിട്ട് തോന്നും. പഞ്ചസാരയ്ക്ക് മധുരമാണ് എന്നറിയണമെങ്കിൽ ഈ മഞ്ഞപ്പിത്തം ജോണ്ടീസ് അത് മാറണം. ഇതേപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതിങ്ങനെ കുറേശ്ശെ കുറഞ്ഞു വരുന്നതോട് കൂടിയിട്ട് മധുരാധിപതയരഖിലം മധുരം, ഭഗവാന്റെ കഥകളെല്ലാം അതിൻ്റെ ഗൂഢമായ കാര്യങ്ങളെല്ലാം വളരെ മധുരമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ജന്മഗുഹ്യം ഭഗവതഃ യ ഏതൽ പ്രയതഃ നരഃ സായം പ്രാതർ ഗൃണൻ ഭക്തിയ ദുഃഖഗ്രാമാത് വിമുച്യതേ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഭഗവാന്റെ ഈ ലീലകളും ഭഗവാന്റെ കഥകളും അത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളും ഇതെല്ലാം നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് ഇപ്പോൾ സായം പ്രാതർഗൃണൻ ഭക്തിയ, രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും സായം സന്ധ്യയിലും അനുസ്മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും, ഏറ്റവും വലിയ ദുഃഖം എന്താ? മരണമാണ് ഏറ്റവും വലിയ ദുഃഖം. ജന്മ മൃത്യു ജരാവ്യാധി, ജനിക്കുക എന്നുള്ളത് വലിയ ദുഃഖം. പിന്നെ ജരാനര വരിക എന്നുള്ളത് ഇതിനേക്കാളും വലിയ, ഇന്നത്തെ കാലത്ത് തീരെ ഇഷ്ടമില്ലാത്ത ജരാനരകൾ വരിക എന്നുള്ളത്. രോഗം വരിക, ക്യാൻസർ വരിക, എയ്ഡ്സ് വരിക, ഇതൊക്കെ സഹിക്കാൻ സാധിക്കുമോ? രോഗത്തിൻ്റെ അവസ്ഥ, മരണത്തിൻ്റെ അവസ്ഥ, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ, ജനനത്തിൻ്റെ അവസ്ഥ, അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ഈ 4 പൊതുവായിട്ടുള്ള ദുഃഖങ്ങളാണ്, നമ്മൾക്ക് പൊതുവായിട്ടുള്ള പ്രതിസന്ധികളാണ്, എല്ലാവർക്കും അനുഭവിക്കേണ്ടതാണ്, ഏത് ജീവിക്കും അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം, ആ ദുഃഖങ്ങളെല്ലാം വെല്ലുവിളിയായിത്തീരും. എന്ത്? ഈദ്ക്ക് ജന്മഗുഹ്യം ഭഗവത യയതൽ പ്രയതോ നര സായം പ്രാതർ ഗൃണൻ ഭക്ത്യ ദുഃഖഗ്രാമാതി. ദുഃഖഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? അനേകം ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ഈ കഥകളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാരം, ഭഗവാന്റെ ലീലകൾ, ഇതൊക്കെ ജനങ്ങൾ ക്ഷേമായ ച ഭവായ ച, ജനങ്ങൾക്ക് മംഗളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് നന്മ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവാൻ എന്നാൽ ലോകാനാമോദയ സ്വയമനുഭജത്തെ താനി മായാനുസാരി. ഭഗവാൻ വരുന്നത് ലോകത്തിനെ അനുഗ്രഹിക്കാൻ, ഭഗവാന്റെ അപാരമായിട്ടുള്ള കരുണ കൊണ്ട്. എന്തായി? രാവിലെയും രാത്രിയും, അതായത് സന്ധ്യയ്ക്കെന്ന് പറയാൻ കാരണം പ്രാതസന്ധ്യ സായം സന്ധ്യ. പ്രാതസന്ധ്യ അതായത് ബ്രാഹ്മമുഹൂർത്തം മുതൽക്ക്, അതായത് രാവിലെ 3:30 മണി മുതൽക്ക് ബ്രാഹ്മമുഹൂർത്തമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, അത് അങ്ങനെ പറയാറുണ്ട്, അതിഭയങ്കരമായിട്ടുള്ള ഇരുട്ടാ ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ മുമ്പേ എന്ന്. കട്ടിപിടിച്ച കൂരിരുട്ടാണ്, ഭയപ്പെടുത്തുന്ന ഇരുട്ടാണ്. അപ്പോൾ സാധാരണ 3 മണിക്ക് അല്ലെങ്കിൽ 3:30 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് അറിയാൻ സാധിക്കും ഈ ഇരുട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ബ്രാഹ്മമുഹൂർത്തം വന്നെടുക്കാൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയം, സാധനയ്ക്ക് ഭഗവത് സേവയ്ക്ക് പറ്റിയിട്ടുള്ള സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. അതുകൊണ്ട് വളരെയധികം ആനന്ദം ഉണ്ടാവാൻ പോകുന്ന, ആനന്ദം അനുഭവിക്കാൻ പറ്റുന്ന മുഹൂർത്തമാണ്, സമയമാണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താ? ആ ഇരുട്ടിനെ പേടിയില്ലേണ്ടാവും. ഇതേപോലെ അതിഭയങ്കരമായിട്ടുള്ള ആപത്തുകൾ വരുന്ന സമയത്ത് അത് ഭഗവാനെ കാണാനുള്ള, ഭഗവത് സേവയ്ക്കുള്ള ഒരു മാർഗമായിട്ട്, അതിനുള്ള തുടർച്ചയായിട്ട്, അതിനൊരു കവാടം തുറക്കുന്നതായിട്ട് നമ്മൾക്ക് ഇനി അനുഭവപ്പെടും. ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ള, ആനന്ദത്തിലേക്ക് എത്തും എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ഏത് ആപത്തുകളെയും നമ്മൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ അതേപോലെ ഈ പ്രഭാതത്തിൽ
പ്രഭാതത്തിൽ ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ദിവസത്തെ, അതായത് അന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിജീവിക്കാനുള്ള മനഃശക്തി നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് സന്ധ്യയാവുന്നതോട് കൂടിയിട്ട് ആ തമോ ഗുണം വർദ്ധിച്ചു വരും. അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും എന്തും രാത്രി സമയത്ത് കൂടുന്നതായിട്ട് കാണാം. അതിനെ അതിജീവിക്കാനാണ് സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തി വയ്ക്കുന്നത്, നാമം ജപിക്കുന്നത്, ദീപാരാധന തൊഴുന്നത്, ഗുരുവായൂരപ്പനെ തൊഴുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള വരുന്ന സംഭവങ്ങൾ എന്തും വരാം, ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിനെ ആ പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദുഃഖഗ്രാമാത് വിമുച്യതേ, നമുക്ക് മരണത്തിനെ പേടിയില്ലാതെയാവും, പിന്നെ ജരാനരകളെ പേടിയില്ലാതെയാവും, രോഗങ്ങളെയും പേടിയില്ലാതെയായിത്തീരും. എന്തേ? ഭഗവാൻ ഗുരുവായൂരപ്പനെ സേവിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാണ്. 30-ാമത്തെ ശ്ലോകം. ഏതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനാ മായാഗുണൈർവിരജിതം മഹദാദിഭിരാത്മനേ. ഏതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനാ മായാഗുണൈർവിരജിതം മഹദാദിഭിരാത്മനേ. ഏതത് രൂപം ഭഗവതഃ ഹ്യരൂപസ്യ ചിദാത്മനഃ മായാഗുണൈഃ വിരചിതം മഹദാദിഭി ആത്മനെ. ഏതത് രൂപം ഭഗവതഃ ഹി അരൂപസ്യ ചിദാത്മനഃ മായാഗുണൈഃ വിരചിതം മഹദാദിഭി ആത്മനെ. അതായത് ഭഗവാന്റെ വിരാട് രൂപം ഉണ്ടല്ലോ, വിശ്വരൂപം, വിരാട് രൂപം എന്നുള്ളത് ഇത് ഭൗതികമായ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ വിശ്വരൂപം നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിശ്വരൂപം എല്ലാ ലോകത്തിലും ഉണ്ടെന്നില്ല, ഭൗതികമായ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. ആത്മീയമായ ലോകത്തിൽ ഭഗവാന്റെ രൂപത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഭഗവാന്റെ രൂപത്തിലും ഭഗവാന്റെ മഹിമയിലും വിശ്വസിക്കാതെ ഉള്ള അവർക്ക്, അതിൽ ആത്മീയത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് എല്ലാം ഭഗവാൻ മയമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപം ഭഗവാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം എന്നാൽ ഭൗതികമായ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബുദ്ധി, അതായത് തുടക്കക്കാർക്ക്, ബുദ്ധി കുറഞ്ഞിട്ടുള്ളവർക്കാണ് ആ വിശ്വരൂപം കണ്ടാലെങ്കിലും വിശ്വാസം ഉണ്ടാവട്ടെ ഭഗവാനോട് എന്ന് വിചാരിച്ച ഭഗവാൻ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ കാണുന്ന ആ വസ്തുക്കളിലെല്ലാം ഈശ്വരൻ്റെ രൂപത്തിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വിശ്വരൂപം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ടുള്ള അർജുനൻ എന്താ പറഞ്ഞത്? ഭഗവാനെ എനിക്ക് പേടിയാവുന്നു എന്നാണ് പറഞ്ഞത്. വിശ്വരൂപം കണ്ട അർജുനൻ വിശ്വരൂപ ദർശനം കണ്ടപ്പോഴേക്ക് പേടിയായി. കാരണം ഭഗവാന്റെ ആ ദംഷ്ട്രാകരാളാർജത്തെ മുഖാനി കാല ആനലസന്നിഭാനി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വലിയ ആ ഗുഹ പോലെയുള്ള വായ, അത് ദംഷ്ട്രകൾ, അതിലൊക്കെ ആനകളൊക്കെ ആ ദംഷ്ട്രകളിൽ കോർത്ത് കിടക്കുന്നത്, രക്തം രക്തം നദികളായിട്ട് ഒഴുകണത്, അഗ്നി മുഴുവൻ ഭഗവാന്റെ ഉള്ളിലേക്ക് പോണത്, പല വസ്തുക്കളും ഭഗവാനിൽ നിന്ന് വരുന്നത്, ഭഗവാന്റെ കയ്യിലുള്ള പല ആയുധങ്ങൾ, ഇതെല്ലാം കൂടി കണ്ട സമയത്ത് ഇത് പേടി തോന്നി അർജുനൻ പറയുന്നു, ഭഗവാൻ എനിക്ക് പേടിയാവുന്നു, ഭീത പ്രണമ്യ എന്നാണ് പറയണത്. ആ പേടി തോന്നുന്നു അർജുനന്. ഭഗവാനെ എനിക്ക് അവിടുത്തെ തവ സൗമ്യം ജനാർദ്ദന, അവിടുത്തെ സൗമ്യമായ രൂപത്തിനെ കാണിച്ചു തരണേ എനിക്ക് എന്ന്. അപ്പോൾ ഭഗവാൻ ആദ്യം എന്ത് ചെയ്യണോ? ഭഗവാൻ ആദ്യം 4 കൈയുള്ള രൂപമായിട്ട് മാറി. ഇപ്പം എങ്ങനെയുണ്ട് അർജുന ചോദിക്കുന്നു. കുഴപ്പമില്ല, പക്ഷേ എനിക്ക്. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് 2 കൈയുള്ള രൂപമായിട്ട് മാറി. അതാണ് ഗോവിന്ദം ആദിപുരുഷം. ഭഗവാൻ പറയുന്നു, സുദുർദർശം ഇതം രൂപം. ഈ രൂപം കാണാൻ, ഏതൊരു വിശ്വരൂപം കാണാനല്ല, 4 കൈയുള്ള രൂപം കാണാനല്ല, 2 കൈയുള്ള രൂപം, ഒറിജിനൽ പ്രാകൃതം, സ്വന്തം പ്രകൃതം എന്താണ് ഭഗവാന്റെ 2 കൈയുള്ള രൂപമാണ്. ഈ രൂപം കാണാൻ ഋഷിമാർ വരെ മോഹിച്ചുകൊണ്ടിരിക്കുന്നു. അർജുന, ഞാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഏത് രൂപ കാണേണ്ടത്?
ഭഗവാന്റെ ഭൗതികമായിട്ടുള്ള രൂപമല്ല ഭൗതികമായിട്ട് വിശ്വരൂപത്തിനെ കാണാനല്ല മോഹിക്കേണ്ടത് നമ്മൾ. അത് ബുദ്ധി കുറഞ്ഞവർക്കുള്ളതാണ്. ഭഗവാനാണെങ്കിൽ ഈ ഭഗവാന് ഭൗതികമായ രൂപമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണ്? വാസ്തവത്തിൽ ഭഗവാന്റെ രൂപം ശുദ്ധ സത്വഗുണമാണ്. അതിൽ ഭൗതികതയായിട്ട് യാതൊരു ബന്ധം ഭഗവാന്റെ രൂപത്തിനില്ല എന്നാണ്. സച്ചിദാനന്ദ വിഗ്രഹം എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്നാണ്. വിരാട് രൂപം അത് സാധാരണക്കാർക്ക്, വെറും സാധാരണക്കാർക്ക്, ഭക്തി ഇല്ലാത്തവർക്ക്, ഭക്തി തുടക്കക്കാർക്ക് അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. പിന്നെ ഭഗവാനാണെങ്കിൽ ഇതൊന്നും ഭഗവാന് ബാധിക്കണില്ല. ഭഗവാനെ അവതരിച്ച് ഭഗവാൻ ഭൗതികമായ ലോകത്തിൽ ഭഗവാൻ വരുന്നെങ്കിലും ഭഗവാന് ഭൗതികത ഒന്നും ഭഗവാനെ ബാധിക്കണില്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കണു. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോനിലേ ഏവം ദ്രഷ്ടരിദൃശ്യത്വം ആരോപിതമബുദ്ധിഭിः. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോനിലേ ഏവം ദ്രഷ്ടരിദൃശ്യത്വം ആരോപിതമബുദ്ധിഭിः. യഥാ നഭസി മേഘ ഓഘഃ രേണുഃ വാ പാർത്ഥിവഃ അനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിः. യഥാ നഭസി മേഘ ഓഘഃ രേണുഃ വാ പാർത്ഥിവ അനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിः. ഇപ്പോൾ ആകാശത്ത് മേഘങ്ങളുണ്ട്. മേഘം നിറഞ്ഞു നിൽക്കുന്ന ആകാശം കണ്ടു കഴിഞ്ഞാൽ ഒരു വെറും സാധാരണക്കാരനായ ആൾ വിചാരിക്കും മേഘം ആകാശത്തിനെ മൂടിയിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആകാശത്തിന് മേഘം ബാധകമാണോ? അതല്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അറിയുന്നവർക്ക്, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും മേഘമായിട്ട് ഈ ആകാശത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കും. അതേപോലെ തന്നെ ഈ കാറ്റിൽ പൊടിപടലങ്ങൾ വരുന്ന സമയത്ത് ഈ കാറ്റ് മുഴുവൻ മലിനമായി തീർന്നു എന്ന വിവരമില്ലാത്തവർ വിചാരിക്കും. എന്നാൽ ഈ കാറ്റിന് ഈ പൊടിപടലവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ്. അപ്പോൾ എന്ത് വിചാരിക്കുന്നു? ഭൗതികമായ ദേഹത്തിനെ കുറിച്ചിട്ട്, അത് ആത്മീയമായ അവസ്ഥയെക്കുറിച്ചിട്ട് വിവരമില്ലാത്തവർ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ധാരണയിൽ പോകുന്നു എന്നാണ്. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിः. അപ്പോൾ വെറും സാധാരണക്കാർ വിചാരിക്കുന്നു ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാൻ ഈ മായയിൽ ബന്ധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭഗവാൻ ചെയ്യുന്ന അത് ഭഗവാന് ഇവിടെ കാണുന്നതെല്ലാം ഭഗവാനെ ബാധിക്കുന്നു എന്ന് സംശയിക്കുന്നു, എന്ന് തെറ്റിദ്ധരിക്കുന്നു വെറും സാധാരണക്കാരായിട്ടുള്ളവർ എന്നാണ് പറയണത്. അതപരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതരൂപത്വാൽ സജീവോയൽ പുനർഭവ. അതപരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാൽ സജീവോയൽ പുനർഭവ. അതഃ പരം യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ട അശ്രുത വസ്തുത്വാൽ സഹ ജീവഃ യത് പുനർഭവഃ. അതഃ പരം യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ട അശ്രുത പൂർവത്വാൽ സ ജീവഃ യത് പുനർഭവ. അതായത് ഈ ഭൗതികമായിട്ടുള്ള ഈ ദേഹം താനാണ് എന്നുള്ള ആ ഒരു സ്ഥൂല ദേഹത്തിൻ്റെ സങ്കല്പത്തിന് അതീതമായിട്ട് മറ്റൊരു സങ്കല്പമുണ്ട്. അതായത് സൂക്ഷ്മമായിട്ടുള്ള ദേഹം എന്നുള്ളത്. സ്ഥൂലമായ ദേഹം മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മദേഹമുണ്ട്. സൂക്ഷ്മദേഹമാണ് വാസ്തവത്തിൽ
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ സ്ഥൂലദേഹം നമ്മൾ ശരീരം വിട്ടുപോയി ഈ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാലും സൂക്ഷ്മദേഹത്തിന് അതിന് നാശം ഉണ്ടാവണില്ല. സജീവ. അപ്പോൾ ആ ജീവൻ ഏത് വിധത്തിലാണോ ജീവൻ്റെ സംസ്കാരം അതിനനുസരിച്ച് സൂക്ഷ്മദേഹം അതിനനുസരിച്ച് അതിന് മറ്റൊരു രൂപം, സ്ഥൂലമായ മറ്റൊരു രൂപം ഈ സൂക്ഷ്മദേഹത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് മറ്റൊരു രൂപം സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ ജനന മരണങ്ങൾ ഉണ്ടാവുന്നത് വാസ്തവത്തിൽ സ്ഥൂലദേഹത്തിനല്ല, സൂക്ഷ്മദേഹത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. സ്ഥൂലദേഹം ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സൂക്ഷ്മദേഹത്തിനെ സ്വാധീനിക്കുന്നു. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച്. അപ്പോൾ ഈ ജന്മത്ത് നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ച് അടുത്ത ജന്മം എന്തെന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന ശരീരമല്ല കിട്ടുക എന്ന് മനസ്സിലാക്കണം. പിന്നെന്താണ്, നമ്മൾക്ക് അർഹിക്കുന്ന, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അർഹിക്കുന്ന ശരീരമാണ് നമ്മൾക്ക് ലഭിക്കുക. അതാണ് ഈ ശരീരത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് 10 ഇന്ദ്രിയങ്ങളുണ്ട്. 10 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഭൗതികത്തിൽ വേണമെങ്കിൽ അതിലും മനസ്സിലയിപ്പിക്കാൻ സാധിക്കും. ഭൗതികത്തിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഭൗതികമായ രൂപങ്ങൾ എടുത്തിട്ട് ശരീരം എടുത്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതായിട്ട് വരും. ആത്മീയമായിട്ടുള്ള കാര്യത്തിലേക്കാണ് പോകണമെന്നെങ്കിലോ ആണ് വിധൂയ ക്ലേശാന്മേ. അപ്പോൾ പറയണത് എന്താണ്, കുരു ചരണപത്മം ധൃതരസം ഭവൽ ക്ഷേത്രപ്രാപ്തോ കരമപി ചേ പൂജനവിധോ ഭവൻ മൂർത്തിയാലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ കഥകളിലേക്ക്, ഭഗവാന്റെ സേവയ്ക്ക് എൻഗേജഡാക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ശരീരം വിട്ടുപോകുന്ന സമയത്ത് സൂക്ഷ്മദേഹം അത് പരിശുദ്ധമാവുന്നതിനനുസരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോവാനും സാധിക്കും. ആ ഒരു ഇതിനേക്കാൾ ഉയർന്നൊരു ജന്മം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയൊക്കെ നമ്മൾക്ക് ഇവിടെ പറയാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാം ഗുരുവായൂരപ്പൻ്റെയും ഗുരു മഹാരാജൻ്റെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.